എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്, ഏത് വണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് വീൽചെയർ ആക്സസിബിളായിട്ട് കൺവേർട്ട് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. കല്യാണത്തിനും ഏകദേശം 1 വർഷം മുന്നെയാണ് ഞങ്ങൾ ഈ വണ്ടി വാങ്ങുന്നത്. ഇതാണ് നമ്മുടെ ട്രാവൽ പാർട്ട്ണർ. എൻ്റെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയ തീരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളാണ് കേട്ടോ ഇപ്പോൾ ഇത്. കല്യാണത്തിന് മുൻപും കല്യാണത്തിന് ശേഷവും അങ്ങനെ 2 ഫേസിലും 2 രീതിയിലാണ് ഞാൻ ഈ വണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കാണിച്ചത്. ഞങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് ഈക്കോ എടുത്തിട്ട് അതിനെ മോഡിഫൈ ചെയ്ത് വീൽചെയർ ആക്സസിബിൾ ആക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഫ്രണ്ടിൽ തന്നെ ഇരുന്നിട്ടാണ് പോകാറുള്ളത്, അതായത് കോ ഡ്രൈവർ സീറ്റിൽ തന്നെയാണ് ഇരിക്കാറുള്ളത്. അതിലേക്ക് ഞങ്ങൾ ചെയ്തിട്ടുള്ള കസ്റ്റമൈസേഷൻസ് എന്ന് പറയുന്നത് ഒരു ഹെഡ് പില്ലോ സെപ്പറേറ്റ് ചെയ്യിച്ചു, പിന്നെ ഒരു ഹാൻഡ് റെസ്റ്റും കൂടെ ഫിക്സ് ചെയ്യിപ്പിച്ചു. ഈ ഹെഡ് റെസ്റ്റ് വന്നിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെഡ് പില്ലോ ആണ്. അത് യു ഷേപ്പിലുള്ളൊരു പില്ലോ, അത് എലാസ്റ്റിക്കിൻ്റെ ബ്രാൻഡ് കൊടുത്തേക്കാണ്. അതാകുമ്പോൾ വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് തല ഷേക്ക് ആവാതെ ഒന്ന് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ വേറെ വണ്ടികളിലേക്ക് അർജുൻ എടുത്ത് ഇരുത്താറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഈ പില്ലോ തന്നെയാണ് മറ്റു വണ്ടിയിലാണെങ്കിൽ യൂസ് ചെയ്യാറ്. പിന്നെ ഹാൻഡ് റെസ്റ്റ് വന്നിട്ട് എനിക്ക് സൈഡിലേക്ക് ചെരിയോ എന്തെങ്കിലും ചെയ്താലും വീഴൊന്നും ചെയ്യരുതല്ലോ എന്ന് വെച്ച് നമ്മളൊരു പ്രിക്കോഷൻ പോലെ വെച്ചിരിക്കേണ്ടതാണ്, നെസസറി അല്ല. പിന്നെ ഈ ഒരു ബെൽറ്റ്, സീറ്റ് ബെൽറ്റ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. കല്യാണത്തിന് ശേഷം അർജുനെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് എടുത്തിരുത്തിയിട്ട് ഞങ്ങൾ ഡ്രൈവൊക്കെ പോയി നോക്കിയതിന് ശേഷം ആഡ് ചെയ്തിട്ടുള്ള കസ്റ്റമൈസേഷൻസ് ആണ് കേട്ടോ ഈ ഒരു ഹെഡ് സപ്പോർട്ടും ഹാൻഡ് റെസ്റ്റും സീറ്റ് ബെൽറ്റും ഒക്കെ. കാരണം അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇതും കൂടി ഉണ്ടെങ്കിൽ കുറേ കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയിട്ട് ആഡ് ചെയ്ത കസ്റ്റമൈസേഷൻസ് ആണ് ഇതൊക്കെ. പിന്നെ ലോങ് പോകുന്ന സമയത്ത് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഞാനിങ്ങനെ സീറ്റ് മൊത്തം ബാക്കോട്ടാക്കി കിടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ക്ഷീണമൊക്കെ പോകുമല്ലോ. ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഭാഗത്തെക്കുറിച്ച് പറയാൻ പോകുന്നത്. അതായത് എങ്ങനെയാണ് നമ്മൾ ഈ കൊയെ വീൽചെയർ ആക്സസിബിൾ ആക്കിയത്, എങ്ങനെയാണ് വീൽചെയർ ക്യാരി ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പം നമ്മൾ ഈക്കോൻ്റെ ഫ്ലോർ കട്ട് ചെയ്തിട്ട് റാമ്പ് ആഡ് ചെയ്തിരിക്കുകയാണ്. ഈ റാമ്പ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള റാമ്പാണ് കേട്ടോ. 2 സൈഡിലും ലോക്ക് ഉണ്ട്. അതാകുമ്പോൾ നമ്മൾ ആവശ്യം കഴിഞ്ഞ് മടക്കി വെച്ചാൽ ഒതുങ്ങിയിരിക്കും. അതേപോലെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ലോക്ക് റിലീസ് ചെയ്താൽ നമുക്ക് നിവർത്താനും വേണ്ടി പറ്റും. ഞങ്ങളിത് ചെയ്തിട്ടുള്ളത് കോഴിക്കോട് രാമനാട്ടുകരയിൽ നിന്നാണ്. ഇത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ചെറിയൊരു റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കസ്റ്റമൈസേഷൻ അല്ല. പക്ഷേ എനിക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും, നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഒരു വീൽചെയർ യൂസർക്ക് ലൈഫിൽ ഏറ്റവും വലിയ അസറ്റായി മാറാൻ പോകുന്ന പൈസയാണ്. കാരണം നമുക്ക് അത്രയും യൂസ്ഫുള്ളാണ് ഈ ഒരു കസ്റ്റമൈസേഷൻ. എന്നെ ഇരുത്തിയതിന് ശേഷം ബാക്കിൽ റാമ്പ് വഴി വീൽചെയർ ഉള്ളിലേക്ക് വെക്കുകയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യാറുള്ളത്. അത് വീൽചെയർ ബാക്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യാറ്. പക്ഷെ കല്യാണത്തിന് മുന്നേ ഞാനിത് ഇങ്ങനെ വീൽചെയർ ഓടിച്ച് വണ്ടിയുടെ ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്തിരുന്നത്. ഇതിലെനിക്ക് 3 മിനിറ്റ് വീഡിയോ ആണ് മാക്സിമം ഇടാൻ പറ്റുക, ഷോർട്ട്സ് ആയതുകൊണ്ട്. അപ്പം ബാക്കി വീഡിയോ, അതായത് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇപ്പം തന്നെ ഇതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ബാക്കി അതിലുണ്ട് കേട്ടോ.